സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ പറയുകയാണ്, അന്ധനെ സഹായിക്കാൻ സാധിക്കുമോ? അന്ധനെ നയിക്കാൻ സാധിക്കുമോ? നാം എല്ലാവരും ഒരു വിധത്തിൽ അന്ധരാണ്. എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരുവനില്ല, ദൈവം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എപ്പോഴും നമ്മിൽ കുറവുകളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ സാധിക്കുന്നവരാണ് അനുഗ്രഹീതർ. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് മറ്റുള്ളവരിലും തെറ്റുകൾ സംഭവിച്ചേക്കാം. അതിനെക്കുറിച്ച് അവൻ വിധിക്കില്ല. ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്, തോറ്റു പഠിച്ച ഒരു അധ്യാപകന് അവന് പഠിപ്പിക്കാൻ നല്ല എളുപ്പമാണ്. എന്നാൽ നല്ല ബുദ്ധിയുള്ള ഒരു അധ്യാപകൻ അവൻ്റെ അതേ സ്റ്റാൻഡേർഡ് ആയിരിക്കും ഈ കുട്ടികളെന്ന ചിന്തയിലൂടെ പഠിപ്പിക്കാൻ നോക്കിയാൽ പഠിപ്പിക്കാൻ സാധിക്കാതെ വരും. എന്നാൽ തോറ്റ് പഠിച്ചവൻ, പല പ്രാവശ്യം വായിച്ച് പഠിച്ച് മനസ്സിലാക്കിയവൻ, അവൻ അതേ നിലവാരത്തിൽ തന്നെയാണ് എൻ്റെ കുട്ടികളെന്നും മനസ്സിലാക്കിക്കൊണ്ട് പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കും. ഇതാണ് പൊന്നു സഹോദരങ്ങളെ നമുക്കും ആവശ്യമുള്ളത്. തെറ്റുകൾ എല്ലാവർക്കും സംഭവിക്കാം. എന്നാൽ ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ തെറ്റുകാരാണ് എന്ന രീതിയിൽ വേണം തിരുത്താനായിട്ട് ശ്രമിക്കാനായിട്ട്. അങ്ങനെ ശ്രമിക്കുമ്പോൾ മറ്റുള്ളവർക്ക് അത് അനുഗ്രഹമാകും, മറ്റുള്ളവർക്ക് അത് മനസ്സിലാവും. അതിനുള്ള കൃപാവരം നമുക്ക് ഏവർക്കും ലഭിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ ഔസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു.